നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം അത് ഒരു സാധാരണ അപകടമല്ല, മറിച്ചൊരു കൊലപാതകമാണോ എന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കോട്ടയം വയല കടപ്ലാമറ്റം പടിഞ്ഞാറെ മുണ്ടിയാനിയിൽ PN ജയനാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. 10-ാം തീയതി രാത്രി വയല കാട്ടാമ്പള്ളി ഭാഗത്ത് വാഹനം തട്ടി മരിച്ച നിലയിലായിരുന്നു ജയനെ കണ്ടെത്തുന്നത്. സുഹൃത്തുക്കളാണ് ജയനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതോ വാഹനം തട്ടി വഴിയിൽ കിടന്ന ജയനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നടക്കമുള്ള ഒരു മൊഴിയാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. എന്നാൽ സുഹൃത്തിന്റെ കാർ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി. മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ജയനെ കാണാൻ ആശുപത്രിയിൽ സഹോദരങ്ങൾ എത്തിയപ്പോൾ അവരറിഞ്ഞത് അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത മരങ്ങാട്ടുപള്ളി പോലീസ് വാഹന ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. പക്ഷേ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് ജയൻ സംഭവ സ്ഥലത്തേക്ക് പോയത്. ഇവിടെ വെച്ച് ജയനും സുഹൃത്തുക്കളുമായി വാക്ക് തർക്കമുണ്ടാകുന്നു, കയ്യാങ്കളി ഉണ്ടാകുന്നു. ഇതിന്റെ ചിത്രങ്ങൾ ജയന്റെ ഫോണിലുണ്ട്. മാത്രമല്ല, ജയന്റെ തലയ്ക്ക് പിന്നിൽ അടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. കഴുത്തിനു താഴെ മുറിവുകളേറ്റു. സംഭവ ദിവസം രാത്രി ഈ ഭാഗത്തു നിന്ന് ജയന്റെ നിലവിളികൾ അയൽവാസികൾ കേട്ടു എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, കാറ് നെഞ്ചിലൂടെ കയറി വാരിയെല്ല് പൊട്ടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. കാറ് പിന്നോട്ടെടുത്തപ്പോൾ റോഡിൽ കിടന്ന ജയനെ കണ്ടില്ല എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. പക്ഷേ കാറിന്റെ മുൻചക്രങ്ങളാണ് ദേഹത്ത് കയറിയതെന്ന്, ടയറുകളിൽ രക്തക്കറ ഉണ്ട് എന്നും ബന്ധുക്കൾ പറയുകയാണ്. ജയൻ ഉൾപ്പെടെ 8 പേരാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. സുഹൃത്തുക്കൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് നൽകുന്നത്. ജയന്റെ ഫോൺ കണ്ടില്ല എന്ന് സുഹൃത്തുക്കൾ ആദ്യം പറയുന്നു. പക്ഷേ അപകടം ഉണ്ടായ കാറിൽ നിന്ന് ഫോൺ കണ്ടെത്തി. ജയന്റെ ഫോണിലെ പല വീഡിയോകളും ചിത്രങ്ങളും നീക്കം ചെയ്ത നിലയിലാണ് ഫോണ് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ ആ ഫോണിലെ വീഡിയോകൾ, ചിത്രങ്ങളൊക്കെ നീക്കം ചെയ്ത ആരാണ്, എന്തിനാണ് അത് ചെയ്തത്, ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രമല്ല, ഈ വിവരങ്ങളെല്ലാം പോലീസിനോട് ബന്ധുക്കൾ പറഞ്ഞു. പക്ഷേ FIR-ൽ ഇവയൊന്നും ഉൾപ്പെടുത്തുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന ഗുരുതര ആരോപണവും കൂടി ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ജയന്റെ ഫോൺ പരിശോധിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് അമ്മ ശാരദയെ ജയൻ വിളിച്ചിരുന്നു. അമ്മയോട് അവസാനമായി ജയൻ പറഞ്ഞത് 10 മിനിറ്റിനുള്ളിൽ താൻ വീട്ടിലെത്തുമെന്നാണ്. 16 ദിവസം പിന്നിട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള ഒരു വീഴ്ച കൂടി ഈ സംഭവത്തിലുണ്ട്. എന്തായാലും എന്താണ് ജയന് സംഭവിച്ചത്? ഇത് കൊലപാതകമാണോ? ഇപ്പോൾ സാഹചര്യ തെളിവുകളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൊലപാതകം നടന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പരസ്പര വിരുദ്ധമായ മൊഴികൾ, മാത്രമല്ല സുഹൃത്തുക്കൾ പറഞ്ഞ പല കാര്യങ്ങളും അത് അന്വേഷണത്തിൽ തെറ്റാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം നിലവിൽ ശക്തമാവുകയാണ്. സുഹൃത്തുക്കളെ വിശദമായി ചോദ്യം ചെയ്യുകയോ ആരോപണങ്ങൾ അന്വേഷിക്കുകയോ പോലീസ് ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആരോപണം കൂടി ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ശക്തമാവുകയാണ്. ജയൻ അവിവാഹിതനായ വ്യക്തിയാണ്. അമ്മ ശാരദയ്ക്കൊപ്പമായിരുന്നു ജയൻ താമസിച്ചിരുന്നത്. എന്തായാലും കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് അമ്മ ശാരദ നാരായണൻ, ജയന്റെ സഹോദരങ്ങളായ PN പ്രസാദ്, PN വിനോദ്, സഹോദര ഭാര്യ സന്ധ്യ എന്നിവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പരാതി പാലാ DYSPക്ക് കൈമാറിയതായി SP വ്യക്തമാക്കി. എന്തായാലും കോട്ടയത്ത് സംഭവിച്ച ഈ അപകടം, എങ്ങനെയാണ് ജയൻ മരിച്ചത്, ജയന്റെ മരണത്തിന് പിന്നിൽ സുഹൃത്തുക്കളുടെ പങ്കുണ്ടോ, ചോദ്യം ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വീഴ്ചകൾ പോലീസിന് സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ബന്ധുക്കളുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ ചില വാർത്തകളിലേക്ക് കൂടി പോകാം. അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. അനൂപ് രവി എന്ന 27-കാരനാണ് മരിച്ചത്. ചിറക്കടവ് ഈസ്റ്റ് താവൂർ സ്വദേശിയായിരുന്നു. അനൂപ് സഞ്ചരിച്ച സ്കൂട്ടർ ഇന്നോവ കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. വാഹനാപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. MC റോഡിൽ കോട്ടയം കുറുവിലങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഒരാൾ മരിച്ചു. കണ്ണൂർ ഇരിട്ടി സ്വദേശി സിന്ധുവാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 18 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 49ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു. നിസാര പരിക്കേറ്റവർ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. കോഴിക്കും മോനിപ്പള്ളിക്കും ഇടയിൽ ചിങ്കലയിൽ പള്ളിക്ക് സമീപത്തായിരുന്നു ബസ് മറിഞ്ഞത്.
വളവ് തിരിഞ്ഞു വന്നപ്പോൾ ബസിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നാലെ എത്തിയ വാഹനങ്ങളിലുള്ളവരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. മറ്റൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് കുമ്പളയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. കുമ്പള അനന്തപുരം വ്യവസായ കേന്ദ്രത്തിലെ ഡെക്കർ പാനൽ ഇൻഡസ്ട്രീസ് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി. ബോയിലർ പൊട്ടിത്തെറിച്ച് വലിയ അപകടമുണ്ടായി. ഒരു നാടൊന്നടങ്കം നടുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഉഗ്ര ശബ്ദത്തോടെയായിരുന്നു ബോയിലർ പൊട്ടിത്തെറിച്ചത്. കുമ്പള ബദിയൊടുക്ക പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ പൊട്ടിത്തെറിയുടെ ഒരു ആഘാതം വലുതായിരുന്നു. മാനിയ, നീർച്ചാൽ, സൂറംബയൽ, സീതാംഗോളി, നായ്ക്കാപ്പ്, പേരോൽ, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രകമ്പനമുണ്ടായി. ഇതിന്റെ എന്താണ് ഏറ്റവും ശ്രദ്ധേയം, പല വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനച്ചില്ലുകളും വാതിലുകളും വിറച്ചു. നടന്നുപോയവർക്കും ഇതിന്റെ ആഘാതം ഉണ്ടായി. പലരും ഭൂചലനമാണെന്ന് കരുതി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾ ഉഗ്ര ശബ്ദം കേട്ട് നിലവിളിച്ചു. ഭീതിയോടെ ഫോൺ വിളികൾ, അതായത് വളരെ ആശങ്കയോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ചുറ്റുമുള്ളവർ പരസ്പരം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. എന്തായാലും ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു, 8 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അസം സ്വദേശി നജീറുൽ അലിയാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. പരിക്കേറ്റ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ കുമ്പള, മംഗളൂർ എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് 15 തൊഴിലാളികളാണ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്. ഫാക്ടറിയിലെ 2 ബോയിലറുകളിൽ ഒന്നാണ് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. പിന്നാലെ തീ പടർന്നു, മേൽക്കൂര കത്തി നശിക്കുകയും ചെയ്തു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ ചില വീടുകൾ, മറ്റു ഫാക്ടറികളുടെ ജനച്ചില്ലുകൾ ഉൾപ്പെടെ തകർന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഫാക്ടറിയിൽ നിന്നുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ 1/2 കിലോമീറ്റർ അകലേക്ക് വരെ തെറിച്ചെത്തി. ബോയിലർ അമിതമായി ചൂടായതാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. ബോയിലർ മുറിയിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികൾക്കാണ് പൊള്ളലേറ്റത്. എറണാകുളം സ്വദേശിയുടേതാണ് ഫാക്ടറി. കാസർഗോഡ്, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉപ്പള എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.